ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ റോഡിൽ എല്ലാവരും കണ്ടു നിൽക്കുക ഒരു ആവശ്യമില്ലാതെ ഹീറോന്റെ മേലെ ദേഷ്യപ്പെടുകയാണ്. അതേസമയത്ത് അന്നിവളുടെ ഓഫീസിലാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഗസ്റ്റ് വരുന്ന ദിവസമായിരിക്കും. പക്ഷെ അതേസമയത്ത് ഹീറോനാണെങ്കിൽ രാവിലെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യം ഓർത്ത് അപ്സെറ്റ് ആയിരിക്കും. അങ്ങനെ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർ വെൽക്കം ചെയ്യേണ്ടതാണെങ്കിൽ ഹീറോനായിരിക്കും. സോ ഇവളും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്ന സമയം അറിയാതെ ഗിഫ്റ്റ് താഴെയിട്ട് പൊട്ടിക്കുകയാണ്. അതുപോലെ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് നെർവസ് ആവുന്ന ഹീറോനാണെങ്കിൽ വെള്ളം താഴെ ഒഴിക്കുകയാണ്. ആ ടേബിളിൽ ഉണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഫയൽസ് എല്ലാം വെള്ളം വീണ് ഡാമേജ് ആവും. ഹീറോനാണെങ്കിൽ നെർവസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് ഇവളുടെ ഫ്രണ്ട് ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. അവളാണെങ്കിൽ ഹീറോനോട് രാവിലെ നടന്ന കാര്യം മറക്കാനായിട്ട് പറയും. ആക്ച്വലി ഹീറോന്റെ ഹസ്ബൻഡ് റോഡിൽ വെച്ച് ദേഷ്യപ്പെടുന്നതാണെങ്കിൽ വരുന്ന വഴിക്ക് ഇവളും കണ്ടിട്ടുണ്ടാവും. സോ നിന്റെ മേലെ ഒരു തെറ്റില്ല എന്ന് പറയണം. പക്ഷെ ആ സമയത്ത് ഹീറോനാണെങ്കിൽ ഹസ്ബൻഡ് വിട്ടുകൊടുക്കാൻ സംസാരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം രാത്രി വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ഹീറോൻ ഉണ്ടാക്കി ഫുഡിനെ കുറിച്ച് കുറ്റം പറയാണ്. ആ സമയത്ത് ഇവളുടെ അവസ്ഥയെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നുണ്ടാവില്ല. സോ ഹീറോനെ സങ്കടത്തിൽ കഴിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ നോക്കും. അങ്ങനെ പിന്നാലെ വരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ഇവൾ സമാധാനിപ്പിക്കുന്ന വിചാരിച്ചാൽ അവനാണെങ്കിൽ ഇവളോട് ഫിസിക്കലായിട്ടിരിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇവളാണെങ്കിൽ താല്പര്യമില്ല പറയണം. എന്നാൽ അതിന് അവനാണെങ്കിൽ നിനക്ക് പുതിയ വീടും പുതിയ ജോലിയും കിട്ടിയപ്പോൾ നിന്റെ കൂടെ കിടക്കാൻ പുതിയൊരുത്തിന് വേണമായിരിക്കും ദേഷ്യപ്പെടും. അങ്ങനെ ഇതെല്ലാം കേട്ട് മതിയാവുന്ന ഹീറോനാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അമ്മയുടെ വീട്ടിലേക്ക് മാറി നിൽക്കാൻ തീരുമാനിക്കും. ആ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞാൽ അവനാണെങ്കിൽ ഹീറോന്റെ ഏട്ടനെ വിളിച്ച് പറയാണ്. പക്ഷെ ആ വീട്ടിലേക്ക് വരുന്ന ഹീറോന്റെ ഏട്ടനാണെങ്കിൽ അവൾ സപ്പോർട്ട് ചെയ്യുന്ന വരെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോകാന്ന് പറയും. ആക്ച്വലി ഇവളുടെ വീട്ടുകാരാണെങ്കിൽ ഇവളുടെ ബിഹേവിയർ മാറിയതുകൊണ്ട് ഇവൾക്ക് മെന്റലി പ്രോബ്ലം ഉണ്ട് വിചാരിക്കുകയാണ്. ഇപ്പോൾ എന്തെന്നെ പറഞ്ഞാലും അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതേസമയത്ത് ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹീറോനെ പേടിപ്പിക്കാനായിട്ട് പ്രൈവറ്റ് വേണ്ട പകരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ വീട്ടിൽ ഹീറോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹീറോന്റെ ഏട്ടന്റെ വൈഫ് ആയിരിക്കും. പാർട്ട് 3 വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ ഈ വീഡിയോ ലൈക്കും ചെയ്യാം.